വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. സ്റ്റാർട്ടിംഗ് ഓഫ് ദ എപ്പിസോഡ് തന്നെ കിച്ചണിൽ ഭയങ്കര അടി. ജാസ്മിൻ ജിൻറ്റോ ഒക്കെ കൂടെ ആയിട്ട് അടി. എന്നും ഇപ്പൊ ഈ കിച്ചണിലെ അടിയാണ്. വൃത്തിക്ക് വെക്കുന്നില്ല, വൃത്തിയായിട്ട് ചെയ്യുന്നില്ല, എല്ലാത്തിനും പിന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ അടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു, ലൈക്ക് എല്ലാ ടീമും ഇപ്പൊ 4 ടീമും ഇപ്പൊ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ ആഫ്റ്റർ 50 days. അപ്പോൾ 4 ഹൗസായിട്ടാണല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ഇവർക്ക് ഈ മിലിറ്ററി പോലെ, അപ്പോൾ ഈ പരേഡ് പോലെ അവര് എന്താണ് ആൾക്കാരിങ്ങനെ അവരുടെ എനിമീസ് വരുമ്പോൾ വാക്കുകൊണ്ട് ഫസ്റ്റ് അവരെ തളർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ബോംബ് എറിയണം. കുറച്ച് ബോംബ്സ് എല്ലാ ടീമിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു ചാക്കിൻ്റെത് എന്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നിൽക്കണം, ഡിഫെൻഡ് ചെയ്യാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗണ്ണ് പോലെ ചുമ്മാ ഗണ്ണൊക്കെ കൊടുത്ത് ഇവര് ഫസ്റ്റ് വാക്കുകൊണ്ട് ആർഗ്യൂ ചെയ്യണം. അപ്പോൾ പവർ ടീം ഫസ്റ്റ് ഡെന്നിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഡെന്ന് അതിന് തളർന്നില്ല. ദെൻ നെക്സ്റ്റ് ബസർ വരുമ്പോൾ ഇവര് ഈ ബോംബ് എറിയണം. അപ്പൊ അങ്ങനെ എറിഞ്ഞ് തോറ്റത് പവർ ടീം ആയിരുന്നു. അപ്പൊ പവർ ടീം ഫസ്റ്റ് റൗണ്ടിലാണ് ഔട്ട് ഓഫ് ദി ഗെയിം. നെക്സ്റ്റ് അവരെ പൊസിഷൻ മാറ്റി. പിന്നെ ഇവിടെ ഡെൻ, ടണൽ, നെസ്റ്റ് അങ്ങനെ വന്നു. അപ്പോൾ ഇവര് വീണ്ടും ഈ രണ്ടും ടൈപ്പ് ആയിരുന്നു. അതായത് ഡെന്നും ടണലും ടൈപ്പ് ആയിരുന്നു. ടൈപ്പായിട്ട് പിന്നെ അവര് ഇവരെ തോൽപ്പിച്ചു, അതായത് ഗബ്രിയുള്ള ടീമിനെ തോൽപ്പിച്ചു. അങ്ങനെ അവരും പോയി. അപ്പൊ അവര് സെക്കൻഡ് ഔട്ട് ഓഫ് ദി ഗെയിമായി. ബാക്കി ഇവര് അതിൽ ടണലാണ് വീണ്ടും ജയിച്ചത്. സോ ടണൽ ഓൾറെഡി പഴയ ഗെയിമിനും ജയിച്ചിട്ടുണ്ട്, മറ്റേ ഡോള് വരുന്ന ഗെയിമിനും അവർ ജയിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് 3 പോയിന്റ്സ് 6 പോയിന്റ്സ് ആയി ഇപ്പൊ അവർക്ക്. പിന്നെ ഡെന്നിന് എന്താണ് ഗെയിമിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതാണ് അവരുടെ സ്കോർ. ഇതിന്റെ നടുവില് ഗബ്രി പറഞ്ഞു ടണൽ ടീമിൽ നിന്ന് ഒരു ബോൾ വന്ന് വീണു, വിച്ച് ഇസ് യെല്ലോ ബോൾ. അപ്പൊ യെല്ലോ ബോൾ ഇവര് എറിഞ്ഞതിനെയാണോ ഇവര് എറിഞ്ഞതെന്ന് വെച്ചപ്പോൾ അതാരും സമ്മതിച്ചില്ല. ബട്ട് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു അഭിഷേക് താഴെ ഒരു ബോൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. മൈറ്റ് ബി മറന്നിട്ടുണ്ടാകാം, ഓർ മൈറ്റ് ബി അറിഞ്ഞുകൊണ്ട് പറയാത്തതായിരിക്കാം. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അവരവരുടെ ബോൾ മാത്രമേ എറിയാൻ പാടുള്ളൂ, കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗബ്രി ഭയങ്കരമായിട്ട് എല്ലാവരും ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. ഗബ്രിയും ജാസ്മിനും ഇതിൽ ഭയങ്കര അടി. ഡ്രാമയാണോ ശരിക്കും അടിയാണോ എന്നൊന്നും അറിയില്ല. നല്ല അടിയായിരുന്നു. അത് കഴിഞ്ഞ് ഗബ്രി പോയിരുന്നു ജാസ്മിനെ കുറിച്ചും ഋഷിയോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നൈറ്റാണ് നമുക്ക് കാണിച്ചത്. നൈറ്റ് പവർ ടീം ഇവർക്കൊരു ടാസ്ക് കൊടുത്തു, ഡെന്നിനൊരു ടാസ്ക് കൊടുത്തു. എല്ലാവരെയും കുഞ്ഞു ഏതെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കണം. ഒളിപ്പിച്ച് വെച്ചിട്ട് അപ്പൊ അവര് തരികയല്ലോ. അപ്പൊ അതൊരു ചുമ്മാ ഫണ്ണി ആയിട്ടൊരു ടാസ്ക് വെക്കാണ്. ഇവർ കൊടുത്തത് പവർ ടീം ആണെങ്കിൽ ശ്രീരേഖന്റെ ചപ്പലെന്നെ അവരെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് ശ്രീരേഖ കുളിക്കാൻ പോകുമ്പോൾ. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്തിരുന്നെങ്കിൽ നന്നാവും. ഇപ്പൊ എന്തായാലും ഗബ്രിയും ജാസ്മിനും തെറ്റിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇത് ഡ്രാമയാണോ ശരിക്കും ഇവർ തെറ്റിയതാണോ എന്നൊന്നും അറിഞ്ഞില്ല. എല്ലാത്തിനും അവര് മുഖം വെറുപ്പിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 and Disney+ Hotstar.